എന്നാണ് ഒരു രാഷ്ട്രീയമാണ് എൻ്റെ ജീവിതമെന്ന് തീരുമാനിച്ചത്? അത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ കേട്ട് വളർന്ന കഥകൾ എന്നെ അങ്ങനെ അടുപ്പിച്ചു. അത് പാർവച്ചിയുടെ സൂചിപ്പിച്ച പോലെ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും ശക്തമായ നാടാണ് എൻ്റേത്, വള്ളികുന്നം. മഹാനായ തോപ്പിൽ ഭാസിയും കാമ്പശ്ശേരി കരുണാകരനും പുതുശ്ശേരി സാറും ചേലക്കോടത്ത് രാമകൃഷ്ണൻ സഖാവ് ദേവൻ തുടങ്ങി രാമകൃഷ്ണൻ നായർ സാഹു വരെ എത്തി നിൽക്കുന്ന ആ പഴയ തലമുറ അവർ നടത്തിയിട്ടുള്ള എണ്ണമറ്റ സമര പോരാട്ടങ്ങൾ. അതിൽ ഇപ്പോൾ ഐതിഹാസികമായ ശൂരനാട് സമരം ശൂരനാട്ടാണ് നടന്നതെങ്കിലും അതിൻ്റെ അലവിലുകൾ ഏറ്റവും അധികം ഏറ്റുവാങ്ങിയത് ഞങ്ങളുടെ ഗ്രാമമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും ഒക്കെ ആ ശൂരനാട് സമരത്തെ സംബന്ധിച്ചും അന്ന് സഖാക്കളുള്ളിലിരിക്കുന്നതിനെ സംബന്ധിച്ചും ഒക്കെ മൻഗോൻ നായർ അടക്കമുള്ള ആളുകളെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അതൊക്കെ പതിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മേനി സമരം. സമരത്തിൽ നമ്മുടെ വീട്ടിലെ അച്ഛനും വല്യച്ഛനും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ സ്വാധീനമുള്ള ഒരു നാട്ടിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. തുടർന്ന് പല രൂപത്തിലുള്ള പല സമരങ്ങൾ നാട്ടി വരുന്നു. ആ സമരത്തിലെല്ലാം ശക്തമായി പങ്കെടുക്കുന്ന ആളുകൾ 1904 പാർട്ടി പിളരുന്നു. എൻ്റെ കുടുംബമൊക്കെ CPMൻ്റെ ഭാഗമായി നിൽക്കുന്നു. അതൊക്കെ ആ ഒരു കാലഘട്ടം കുട്ടിയായിരിക്കുമ്പോഴും മനസ്സിനെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പതുക്കെ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട് കൂടുതൽ അടുക്കാൻ കാരണമായിട്ടുള്ളത്. ഇടതുപക്ഷ രാഷ്ട്രീയം എന്നുള്ളത് ഒരു സ്വാഭാവിക തെരഞ്ഞെടുപ്പ് അല്ലേ? മറ്റൊന്ന് ചിന്തിക്കാൻ ഉള്ളൊരു ഇടതുപക്ഷമാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് അത് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഞാൻ ഓർക്കുന്ന ഇപ്പോൾ അടിയന്തരാവസ്ഥ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കൂടായിരുന്നു കിടക്കുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ചിത്രം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. 57 ഗവൺമെൻറ്റിൻ്റെ അന്നത്തെ മന്ത്രിസഭയുടെ ഒരു മുറിയിലാണ്. അപ്പോൾ രാജനും വിജയനും കണ്ണനും ഒക്കെ